സംസ്ഥാനത്ത് ശൈശവ വിവാഹങ്ങളിലും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിലും വലിയ വർധനവ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ മാത്രം 43 ശൈശവ വിവാഹങ്ങളും 11,000-ലധികം ലൈംഗിക അതിക്രമങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാലമരണങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകലുകളുടെയും കണക്കുകളും ആരെയും ഭയപ്പെടുത്തുന്നതാണ്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇത്രത്തോളം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് നമ്മുടെ നാട്ടിൽ ഇരയാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? ശില്പ വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ 6 വർഷത്തെ ആ ഒരു കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന, അത് പ്രത്യേകിച്ച് മനുഷ്യ മനസ്സിനെ പോലും ഞെട്ടിക്കുന്ന അത്രത്തോളം വലിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ശൈശവ വിവാഹങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ്. നമുക്കതിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 43 ശൈശവ വിവാഹങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും അപകടകരമായ കാര്യം. പ്രത്യേകിച്ച് ശൈശവ വിവാഹം നിരോധിക്കപ്പെട്ട നമ്മുടെ രാജ്യത്താണ് ഈ കഴിഞ്ഞ 6 വർഷത്തിനിടെ 43 ശൈശവ വിവാഹങ്ങൾ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 11,404 ലൈംഗിക, അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം ഉണ്ടായത് 11,404 കേസ് വരെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. നമുക്കതിൻ്റെ വ്യക്തമായി തന്നെ കണക്കുകൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യാപ്തി കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. 2020 1243 പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ, പക്ഷേ 2025 ആകുമ്പോൾ അത് 2242 ഉയരുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ 2021 1568, 2024 2161, 2026 മെയ് മാസം വരെ 767 കേസുകളാണ്, പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പോക്സോ കേസ് അല്ലെങ്കിൽ പോക്സോ നിയമം വന്ന സമയത്ത് പോലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവും അതോടൊപ്പം തന്നെ കുറയുമെന്ന് പ്രതീക്ഷയെടുത്തും ഓരോ ദിവസം കഴിയും തോറും കൂടുകയാണ് എന്താണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടികൾ ശക്തമാകുന്നില്ലേ, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. അതോടൊപ്പം തന്നെ ശൈശവ വിവാഹം ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഏത് സമുദായമാണ്, അല്ലെങ്കിൽ ഏത് മതമാണ്, അല്ലെങ്കിൽ ഏത് സംഘടനയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചില സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ശില്പ, വിനോദ്. അതെ, ശൈശവിവാഹം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ദിലീപ് പറഞ്ഞതുപോലെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ഏറെ ശൈശവ വിവാഹങ്ങളും ലൈംഗിക അതിക്രമങ്ങളും കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നാണക്കേടാണ് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സംബന്ധിച്ചിടത്തോളം. മധ്യപ്രദേശിലുള്ള ഒരു കുട്ടിയാണല്ലോ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ മന്ത്രിയും എംപിയും ഒക്കെ നിർത്തി വിവാഹം നടത്തി കൊടുത്തു. ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണവും അതിനൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെതിരെയെല്ലാം കൃത്യമായ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. പരാതികളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു വാർത്തയാണ് ദിലീപ് റിപ്പോർട്ട് ചെയ്തത്.